രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പോലീസ് നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. പ്രതിപക്ഷത്തെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് സർക്കാരിൻ്റെതെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്ത നടപടിയിൽ അതിശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇത് ഗവൺമെന്റിന്റെ കളിയാണ്. ഗവൺമെന്റാണ് ജാമ്യം കൊടുക്കരുതെന്ന് നിർബന്ധിക്കുന്നത്. ഗവൺമെന്റ് ഇത്തരമൊരു വാശിയോടുകൂടി മുന്നോട്ട് പോകുന്നതിന്റെ അർത്ഥം സർക്കാരിനെതിരെ സംസാരിക്കുന്നവരെ അടിച്ചമർത്തുക എന്നുള്ളതാണ്. കോടതി വിധിയെപ്പറ്റി അല്ല ഞാൻ പറയുന്നത്. ഇവിടെ അനാവശ്യമായ വകുപ്പുകൾ ചേർത്ത് ഇവിടെ രാഹുലിന് ജാമ്യം കിട്ടാതിരിക്കാനുള്ള നടപടി സ്വീകരിച്ചത് പോലീസും ഗവൺമെന്റുമാണ്. ആ ഗവൺമെന്റ് നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അറസ്റ്റിനെ ന്യായീകരിച്ച് മന്ത്രി പി രാജീവ് രംഗത്തെത്തി. UDF കാലത്ത് പാതിരാത്രിയിൽ MLA-മാരെ പോലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷം സംഘർഷം തുടർന്നാൽ ഇനിയും നിയമ നടപടി ഉണ്ടാകുമെന്നും പി രാജീവ് പറഞ്ഞു. നിങ്ങളൊക്കെ ഉന്നയിച്ച കാര്യങ്ങളും അവിടെ കോടതിയുടെ മുൻപാകെ അവർ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ട് കോടതി ഒരു നിലപാടെത്തിരിക്കുന്നു. അത് നിയമത്തിന്റെ വഴിക്ക് പോവുക എന്നതാണ് അതിനകത്ത് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ പോലീസ് രാഷ്ട്രീയമില്ല. പോലീസ് നിയമം നോക്കും, നിയമത്തിന്റെ വഴിക്ക് പോകും. ഇപ്പൊ തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് ഗവർണർക്കെതിരെ സമരം നടത്തിയവർക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് 124 IPC ഇട്ടിട്ടാണ് പോലീസ് കേസെടുത്തത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. പോലീസ് ഇപ്പോൾ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു താല്പര്യത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കാണാൻ കഴിയില്ല. പല കേസുകളിലും ഇപ്പോൾ നേരത്തെയുള്ള ഘട്ടത്തിൽ MLA-മാരെ പോലും UDF-ന്റെ കാലഘട്ടത്തിൽ വെളുപ്പിന് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പലരെയും പല വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ, യുവജന സംഘടനാ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വിലങ്ങ് വെച്ച് കോടതി കൊണ്ടുപോയിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം തന്നെ സമരം വരുമ്പോൾ അത്തരം ഘട്ടങ്ങളിൽ കേസുകൾ ഉണ്ടാകും. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, രാത്രി വൈകിയും പല ജില്ലകളിലും യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒക്കെ പ്രതിഷേധം നടക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നാളെ യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക്. ഏത് തരത്തിലായിരിക്കും ഇത് ഈ പ്രതിഷേധമൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക? കോൺഗ്രസിന്റെ KPCC നേതൃത്വത്തിന്റെ ഒക്കെ തീരുമാനം എന്തെങ്കിലും ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുണ്ടോ? വിജയകുമാർ, ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പ്രതിഷേധം കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനുമുണ്ട്. ആ സാഹചര്യത്തിൽ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം അതിനെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട്. അതിലൊന്ന്, പ്രതിപക്ഷത്തിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനെ ഈ വിധത്തിലാണോ ഒരു രാഷ്ട്രീയ സമരം നടത്തിയതിന് അറസ്റ്റ് ചെയ്ത് പോകേണ്ടത് എന്നുള്ള ചോദ്യം ഉയർത്തുന്നു. രണ്ടാമത്തേതാകട്ടെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു നിഗൂഢ സംഘം പ്രവർത്തിക്കുന്നു. ആ സംഘത്തിന്റെ ചില നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സംസ്ഥാന പോലീസും അതേപോലെ തന്നെ പോലീസിലെ ചില ഉദ്യോഗസ്ഥരും പ്രവർത്തിക്കുന്നു. ഈ സാഹചര്യത്തിൽ അത് വെളിച്ചത്ത് കൊണ്ടുവരാൻ സ്വാഭാവികമായും പ്രതിഷേധ സമരങ്ങൾ ഇനിയും ആവർത്തിക്കും. മാത്രവുമല്ല, പേടിപ്പിച്ച് വീട്ടിലിരുത്താൻ നോക്കേണ്ട, രാഷ്ട്രീയ പ്രതിഷേധ സമരങ്ങൾ തുടരുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യം അത് യൂത്ത് കോൺഗ്രസും വ്യക്തമാക്കുന്നുണ്ട്. ഒരു പടി കൂടി കടന്നുകൊണ്ട് ഇന്നത്തെ ദിവസം മുഴുവൻ പോലീസ് നടത്തിയ നാടകീയ നീക്കങ്ങൾ, അതിനെതിരെ അടക്കം വലിയ തരത്തിലുള്ള പ്രതിഷേധം അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്ത സമയം, അറസ്റ്റ് ചെയ്ത രീതി, മാത്രവുമല്ല അറസ്റ്റ് ചെയ്യാനുണ്ടായ സാഹചര്യം, കൂടാതെ ഇന്ന് മാധ്യമങ്ങളെ കാണാതെ രാഹുൽ മാങ്കൂട്ടത്തലിന് വിലക്കിയ സാഹചര്യങ്ങൾ, അതടക്കമുള്ള കാര്യങ്ങൾ വലിയ പ്രതിഷേധ വിഷയമായി ഉയർത്താനാണ് വിജയകുമാർ നിലവിലിപ്പോൾ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ആലോചിക്കുന്നത്. യെസ്, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഈ പ്രതിഷേധത്തിന് നാളെ തുടർച്ചയുണ്ടാകുമെന്നാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാളെ ഉച്ചയ്ക്ക് സെക്രട്ടേറിയറ്റ് മാർച്ച് യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷം കോൺഗ്രസിന്റെ KPCCയുടെ ഒക്കെ തുടർ സമരപരിപാടികളും ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്.